മഴ കൂടി വന്ന സീസണിൽ മോഷണത്തിൻ്റെ കഥകളാണ് നാം കേൾക്കുന്നത്. 2 സ്ഥലത്ത് മോഷണത്തിൻ്റെ കഥകൾ കേൾക്കുന്നു. അപ്പോൾ അത് കേൾക്കുമ്പോഴാണ് എനിക്ക് പഴയ ഒരു തീവണ്ടി അപകടം, പെരുമൺ തീവണ്ടി അപകടവും ഓർമ്മ വരുന്നത്. പെരുമൺ തീവണ്ടി അപകടത്തിൽ ഒരുപാട് ആളുകൾ, സ്ത്രീകളും കുട്ടികളും ഒക്കെ മരിച്ചു. ആ കൊല്ലം ജില്ലയിൽ ആണ് അപകടം നടന്നത്. അങ്ങനെ പെരുമൺ തീവണ്ടി അപകടം നടന്ന സമയത്ത് സ്ത്രീകളുടെ കഴുത്തിലെ മാലയൊക്കെ ഡെഡ് ബോഡിയായി കിടന്ന സ്ത്രീകളുടെയും പിന്നെ അമ്മമാരുടെയൊക്കെ കഴുത്തിലെ മാല വരെ പൊട്ടിച്ചു കൊണ്ട് പോയ കഥ നമ്മൾ കേട്ടതാണ്. അങ്ങനെ ഒരു സംഭവം നമ്മൾ കേട്ട് റിപ്പോർട്ട് ചെയ്ത് വളരെ നമുക്ക് അപമാനമുണ്ടായ ഒരു സംഭവമാണ്. അതിന് സമാനമായ രീതിയിൽ അഹമ്മദാബാദിലെ ഒരു ഹോസ്റ്റലിൻ്റെയും വീടുകളുടെയും മുകളിലാണ് അവിടുത്തെ ബോയിങ് വിമാനം വീണ് കുറേ അധികം ആളുകൾ മരിച്ചത്. ആ വീടുകളിൽ സന്നദ്ധ പ്രവർത്തനത്തിനെന്ന് പറഞ്ഞ് എത്തിയിട്ടുള്ള കുറേ പ്രവർത്തകർ ആ വീടുകളിലെ അലമാരകൾ കുത്തി തുറന്ന് തുണിയും പേഴ്സും സ്വർണവും പണവുമെല്ലാം അപഹരിക്കുന്ന വാർത്ത റിപ്പോർട്ട് ചെയ്ത് വന്നിട്ടുണ്ട്. എത്ര അപഹാസ്യതമാണ് നമ്മുടെ നാട്ടിൽ ഇതൊക്കെ സംഭവിക്കുന്നത്. വേറൊരു വാർത്തയും കൂടി വന്നിട്ടുണ്ട്. ഇതെല്ലാം കൂടി ചേർത്ത് പറയുന്നതാണ് നല്ലത്. രാമപുരം, നമ്മുടെ കോട്ടയം ജില്ലയിലെ രാമപുരം ഭാഗത്തൊക്കെ മറ്റ് സംസ്ഥാനങ്ങളിലെ, ഏത് സംസ്ഥാനമെന്ന് വാർത്ത വന്നിട്ടുണ്ട്, പക്ഷേ ഞാൻ ആ സംസ്ഥാനം പറയുന്നില്ല. മറ്റ് സംസ്ഥാനങ്ങളിലെ സ്ത്രീകൾ, 3-4 സ്ത്രീകളും 2-3 പുരുഷന്മാരും ഇറങ്ങി പഴന്തുണി ഉണ്ടോ എന്ന് വീടുകളിൽ വന്ന് ചോദിച്ച് തുണിയെടുക്കാൻ വീട്ടിനകത്തേക്ക് കയറുന്ന സമയം നോക്കി അവർ കൂടെ കയറി വീട്ടിനകത്തിട്ട് ഉപദ്രവിക്കുകയും അതുപോലെ തുണി കൊടുക്കുന്ന സമയത്ത് കഴുത്തിൽ കിടക്കുന്ന അമ്മമാരുടെയും വീട്ടുകാരുടെയൊക്കെ കഴുത്തിൽ കിടക്കുന്ന സ്വർണം വലിച്ചു പൊട്ടിച്ചുകൊണ്ട് ഓടുകയും ചെയ്യുന്ന പുതിയ കാഴ്ച കാണുന്നത്. അപ്പോൾ പഴന്തുണിയുടെ പേരിൽ ആർക്കും ഇനിയിപ്പോൾ അനാഥ മന്ദിരത്തിനൊന്നും തുണി കൊടുക്കാൻ കഴിയാത്ത സ്ഥിതിയാവുള്ളത്. അതുകൊണ്ട് നിങ്ങൾക്ക് അറിയാവുന്ന സ്ഥാപനങ്ങൾക്ക് മാത്രമേ തുണി കൊടുക്കാവൂ. അതിനുവേണ്ടി ആരെങ്കിലുമൊക്കെ വീട്ടിൽ വന്നാൽ അത് പ്രോത്സാഹിപ്പിക്കുക. അപരിചിതരായ ആളുകൾ വീട്ടിൽ വന്നാൽ ഒരു കൃത്യമായ അകലം നിന്ന് മാത്രം സംസാരിക്കുക. വീട്ടിന് പുറത്തിറങ്ങാൻ കഴിയുന്നില്ലെങ്കിൽ ജനൽ വഴി സംസാരിക്കുക. അല്ലാതെ ആരാണെന്ന് ഉറപ്പ് വരുത്താതെ നിങ്ങൾ അടുത്ത് പോകരുത്. പലരും മുളവ് കൊടി എറിയുന്നു, അല്ലെങ്കിൽ മാരകായുധങ്ങൾ കാണിക്കുന്നു. അതൊന്നും പറ്റിയില്ലെങ്കിൽ മാല പറിച്ചുകൊണ്ട് ഓടുന്നു. അങ്ങനെ വളരെ കൃത്യമായി കേരളത്തിലും മോഷണത്തിൻ്റെ ഒരു കാലം വന്നിട്ടുണ്ട്. അതൊരു വശത്ത് നടക്കുന്നു. ഞാൻ സൂചിപ്പിച്ച പോലെ അഹമ്മദാബാദിലെ മോഷണവും ഞാൻ സൂചിപ്പിച്ചു. ഇതെല്ലാം വായിക്കുമ്പോൾ മോഷ്ടാക്കളും കള്ളന്മാരും അഹമ്മദാബാദിലായാലും കേരളത്തിലായാലും പെരുമണിലായാലും ഒന്ന് തന്നെ. അന്യസംസ്ഥാനത്തു നിന്ന് വന്നാലും നമ്മുടെ സംസ്ഥാനത്തുണ്ടായാലും കള്ളന്മാർ തന്നെയാണ്. കള്ളത്തരമെന്ന് പറയുന്ന ഒന്നേ ഉള്ളൂ. മോഷണം തന്നെയാണ്. എന്തായാലും ഈ വാർത്ത വലിയൊരു വാർത്തയായി ഇന്ന് പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അഹമ്മദാബാദിൽ ഇത്രയും വലിയ ദുരന്തമുണ്ടായിട്ട് 300ഓളം പേർ, 290ഓളം പേർ മരിച്ച് രാജ്യവും സംസ്ഥാനവും എല്ലാം വിറങ്ങലിച്ച് നിൽക്കുമ്പോഴും കള്ളൻ്റെ കണ്ണ് മാലയിൽ തന്നെ, സ്വർണത്തിൽ തന്നെ, പണത്തിൽ തന്നെ, തുണികളിൽ തന്നെ എന്നുള്ളത് വളരെ വേദനാജനകമായ കാര്യമാണ്. എന്താണ് ഈ നാട് ഇങ്ങനെ? നമ്മുടെ നാട് ഒരുപാട് കാര്യങ്ങളിൽ മുന്നോട്ട് പോകുമ്പോഴും മനുഷ്യർ കുറച്ച് പേരെങ്കിലും ഈ അധമ ചിന്തകളുമായി പോയി ഏതാപത്തിൽ പോലും മോഷണമായി നടക്കുന്ന വൃത്തികെട്ട കാഴ്ച നാം കാണുകയാണ്. അപ്പോൾ വിമാന അപകടമായാലും ട്രെയിൻ ദുരന്തമായാലും വീട്ടിൽ സമാധാനമായി ഇരിക്കുന്ന വീട്ടമ്മമാരെ ലക്ഷ്യമിട്ടുകൊണ്ടായാലും കള്ളൻ വീണ്ടും പുറത്തുണ്ട്. എല്ലാവരും ജാഗ്രതയിൽ.